ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പപ്പടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കാലിയാവാൻ. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കണ മുൻപ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവണേ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ ഒരു 3 പപ്പടം അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഒരു 6 വറ്റൽമുളകും 8 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പപ്പടം കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും മുളകൊക്കെ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും 1 ടീസ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കപ്പ് തേങ്ങയും കൂടി ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ആദ്യം പപ്പടം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ, ഇനി നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടാൻ പാടാണെങ്കിൽ മാത്രം 1 ടീസ്പൂണോ 2 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അധികം വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. ഇതുപോലെ തന്നെ നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം.